തൃശൂർ ചൊവ്വന്നൂരിൽ SDPI പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനോട് രാജിവെക്കാൻ UDF നിർദ്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KM നിതീഷ് രാജിവെക്കും. UDFന് 5 സീറ്റും LDFന് 6 സീറ്റും നിലനിൽക്കെ 2 SDPI അംഗങ്ങളുടെ പിന്തുണയോടെയാണ് UDFന്റെ നിതീഷ് ജയിക്കുകയായിരുന്നു. പാർട്ടി നിർദ്ദേശപ്രകാരം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. നിലവിൽ UDFന് 5 അംഗങ്ങളാണുള്ളത്. അതിനേക്കാൾ 2 തൊട്ട് കൂടുതൽ കിട്ടിയിട്ടാണ് നിലവിൽ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഒരു പാർട്ടിയായിട്ടും യാതൊരു മുൻധാരണകളും ഉണ്ടാക്കിയിട്ടില്ല. പഞ്ചായത്തിൻ്റെ 25 വർഷത്തിൽ കൂടുതലുള്ള ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് എനിക്ക് വോട്ട് ചെയ്തിട്ട് പഞ്ചായത്ത് മെമ്പർമാർ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. തുടർ നടപടികൾ എന്താണ് വേണ്ടതെന്ന് ഞാൻ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ജനാധിപത്യ രീതിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണം എടുത്തിട്ടുള്ളത്. പഞ്ചായത്തിൽ BJPയും കോൺഗ്രസും LDFും അതുപോലെ SDPIയും വ്യത്യസ്ത രീതിയിലാണ് മത്സരം നടത്തിയതും വ്യത്യസ്ത രീതിയിലാണ് വോട്ടിൻ്റെ നമ്പറുണ്ടായത്. വിവരങ്ങൾ നൽകാനായി മുജിതബയുണ്ട്. മുജിതബ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? അജി, ഈ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ കുന്നുകുളം ഭാഗത്തുള്ള ചൊവ്വന്നൂർ പഞ്ചായത്തിൽ 14 അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. LDFന് 6ഉം UDFന് 5ഉം എന്നുള്ള നിലയ്ക്കാണ് കക്ഷിനില. അവിടെ SDPIക്ക് 2 അംഗങ്ങളുണ്ട്, NDAക്ക് 1 അംഗവുമുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥി നിതീഷ് പക്ഷേ UDFന്റെ 5 വോട്ടിന് പുറമെ 2 എക്സ്ട്രാ വോട്ടുകൾ നേടി. അത് 2 SDPIയുടെ 2 SDPI അംഗങ്ങളുടെ വോട്ടുകളാണ് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. LDFന് 6ഉം NDAക്ക് അംഗവും NDAയുടെ അംഗം വോട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെ 6 നേടിയ LDF ഭരണത്തിന് പുറത്താവുകയും 2 SDPI പിന്തുണയോടുകൂടി 5 കോൺഗ്രസ് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികളുടെ പിന്തുണ, അങ്ങനെ 7 നേടിയ UDF ഭരണത്തിലെത്തുകയും ചെയ്തു. നിതീഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് പാർട്ടി കർശനമായി തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകുന്നത്. ആ ചൊവ്വന്നൂരിലുള്ള പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ കർശന നിർദ്ദേശം നൽകുകയാണ്. SDPI പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനോട് പാർട്ടി രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് KPCCയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഓഫീസുകളിൽ നിന്ന് DCCക്ക് നിർദ്ദേശം നൽകുകയും DCC തന്നെ ആ കാര്യത്തിൽ ഒരു കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KM നിതീഷ് രാജിവെക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനത്തെയുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇതിനകം തന്നെ SDPI പിന്തുണയോടുകൂടിയാണ്, പ്രത്യേകിച്ച് മറ്റത്തൂരിൽ ഒരു വിവാദം BJPയുടെ പിന്തുണയോടെ എന്ന് വരുമ്പോൾ തന്നെയാണ് തൃശൂർ ജില്ലയിലെ തന്നെ കുന്നുംകുളത്തുള്ള ഈ ചൊവ്വന്നൂർ പഞ്ചായത്തിലും SDPIയുടെ പിന്തുണയോടെ വരുന്നു എന്നൊരു ആക്ഷേപം CPM ഉന്നയിക്കുന്നത്. ആ രൂപത്തിൽ വരുമ്പോൾ അത് കർശനമായി തന്നെ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി എന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാണ് കർശന നടപടിക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാനും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോവാനുമാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മൾ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിരുന്നു. വിവരങ്ങൾ നൽകിയത്.